Hi, a well good evening to you all. In the last classes or last sessions, ഞാൻ ഇതിനു മുന്നേ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ റീഡിങ്ങിൻ്റെ തന്നെ പാർട്ട് എയുടെയും ബിയുടെ ഒക്കെ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഹൗ ടു ഫൈൻഡ് ദ റൈറ്റ് ആൻസർ, റൈറ്റ് ഓപ്ഷൻസ് വിത്ത് ചൂസിങ് ദ ആക്ച്വൽ പ്രോപ്പർ സ്ട്രാറ്റജി എന്നൊക്കെയുള്ള നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ കണ്ടിരുന്നു. So today I am going to discuss with you the last part of reading. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാം പാർട്ട് ബി ആൻഡ് സി ടുഗെദർ വി ഹാവ് 45 minutes to answer, റൈറ്റ്? സോ അപ്പോൾ പാർട്ട് സിയിൽ എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് ഓൾ മൈ അതർ സെഷൻസ് ആർ ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ അവർ ചാനൽ, സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്രീ ടിപ്സും മെത്തേഡ്സും ഒക്കെ ഇവിടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇഫ് യു ആർ ഫോളോയിങ് അസ് ആൻഡ് അപ്ഡേറ്റിംഗ്, നിങ്ങൾക്ക് വീഡിയോസ് ഫോളോ ചെയ്യാനും അതനുസരിച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് അവൈൽ ചെയ്യാനും പറ്റും. അതുപോലെ അറ്റ് എൻട്രി വി ഹാവ് അവർ കോഴ്സസ്, OET ട്രെയിനിങ് കോഴ്സസും ഉണ്ട്. കറക്റ്റായിട്ടുള്ള മെത്തേഡ്സും സ്ട്രാറ്റജീസും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ OET ട്രെയിനിങ് എൻട്രിയിൽ ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എനി ഓഫ് ദിസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ക്ലിക്ക് എനി ലിങ്ക് ദാറ്റ് യു റിക്വയർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ക്വയറീസ് ആണെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സോ ടുഡേ ഞാൻ പാർട്ട് സി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് ബി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് സിയിലും വി ഹാവ് ഓപ്ഷൻസ് ആൻഡ് അത് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദർ ഇസ് എ സ്ലൈഡസ്റ്റ് ഡിഫറൻസ് ഫ്രം പാർട്ട് ബി ആൻഡ് സി. ആ സ്ലൈഡസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. സോ ഐ എം ഗോയിങ് ടു ഷോ യു ദ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതാണ് നമ്മളുടെ പാർട്ട് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു വിൽ ബി ഹാവിങ് ആൻ എസ്സേ. ഞാനിതിൽ ഒരു എസ്സേയും 8 ക്വസ്റ്റ്യൻസും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ പാർട്ട് സിയിലേക്ക് വരുമ്പം നിങ്ങൾക്ക് ടോട്ടലി രണ്ട് എസ്സേയും ഓരോ എസ്സേ ബേസ് ചെയ്തിട്ടും 8 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉണ്ടാവുന്നത്. ഈ എസ്സേയിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ദേ വിൽ ബി ആസ്കിങ് യു ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് ലൈക്ക് 8 questions. ഓൾ ടുഗെദർ 16 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പാർട്ട് സിയിലുള്ളത്. സോ സി ദിസ് ഇസ് ദ ഫസ്റ്റ് ടെക്സ്റ്റ്, ആസ്ബറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടെക്സ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ഒരു എസ്സേ ആണ് ഇപ്പോൾ ഇത്രയും ഉള്ളത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഒരുമിച്ചായിരിക്കും. ഞാനിപ്പോൾ സ്ലൈഡായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഡിഫറെൻറ്റ് സ്ലൈഡുകളിൽ കിടക്കുന്നത്. ആക്ച്വലി ഇത് ഒറ്റ ടെക്സ്റ്റ് ആയിരിക്കും, ഇങ്ങനെ ഒരു ഒറ്റ പാരഗ്രാഫാണിത്, ഒറ്റ എസ്സേ ആണത്. ആ ഒരു എസ്സേ ബേസ് ചെയ്തിട്ടാണ് ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് ഇപ്പോൾ 7, 8, 9, 10 ഞാനിപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ എക്സാമ്പിളായിട്ട് കാണിക്കാൻ. 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. 7 തൊട്ട് അങ്ങോട്ട് 8 ക്വസ്റ്റ്യൻസ് ആണ് ഓൾ ടുഗെദർ ചോദിക്കുക. സോ ഇവിടെയും നമ്മൾ പാർട്ട് എയിൽ പാർട്ട് ബിയിൽ കണ്ടതുപോലെ തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, അത് ആ പാരഗ്രാഫിൽ നിന്നായിരിക്കും, ആ എസ്സേയിൽ നിന്നായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, ദെൻ എസ്സേ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് വി ഡിഡ് ഇൻ ബി, ഓപ്ഷൻസ് ഉണ്ട്, റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക, ക്വസ്റ്റ്യന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇവിടെ ചെറിയ സ്ലൈഡസ് ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ പാർട്ട് ബിയിൽ എന്തായിരുന്നു, ഓരോ ചെറിയ എക്സ്ട്രാക്ട്സ് ആണ്. ആ എക്സ്ട്രാക്ട്സിൻ്റെ അടുത്ത് തന്നെ നമ്മൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ്റെ നമ്പറും കമ്പാരിറ്റീവ്ലി കുറവാണല്ലേ. വി ഹാഡ് 3 ഓപ്ഷൻസ്, ഹിയർ വി ഹാവ് 1 more ഓപ്ഷൻ, 4 ഓപ്ഷൻസ് ഓൾ ടുഗെദർ ഉണ്ട്. സോ അതാണ് സ്ലൈഡസ്റ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ റീഡ് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ 7 to 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. ഓൾ റൈറ്റ്, 7 to 14 ക്വസ്റ്റ്യൻസ്, അതായത് ഓൾ ടുഗെദർ 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്കിവിടെ ആൻസർ ചെയ്യാനുള്ളത്. ഇങ്ങനെ 2 എസ്സേ ഉണ്ടാകും. ഓൾ റൈറ്റ്, സോ ദിസ് എസ്സേ ഈസ് അബൌട്ട് ആസ്ബറ്റോസിസ്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിന് റിലേറ്റ് ചെയ്തായിരിക്കും ഹോൾ എസ്സേ വരുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ആസ്ബറ്റോസിസ്. ഓക്കെ, ആസ്ബറ്റോസിൻ്റെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻ ദിസ് പാർട്ട് ഓഫ് ദ ടെസ്റ്റ് ദർ ആർ 2 texts അബൌട്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള 2 ടെക്സ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിലൊരു ടെക്സ്റ്റാണ് നമ്മൾ നോക്കുന്നത്, ഈ എസ്സേ. ഫോർ ക്വസ്റ്റ്യൻസ് 7 to 22 ചൂസ് ദ ആൻസർ വിച്ച് യു തിങ്ക് ഫിറ്റ്സ് ബെസ്റ്റ് അക്കോർഡിംഗ് ടു ദ ടെക്സ്റ്റ്. അപ്പം ഓൾ ടുഗെദർ 7 തൊട്ട് 22 വരെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് പാർട്ട് സിയിൽ എലോൺ. ഓക്കെ, അതിൽ 7 തൊട്ട് 14 വരെയാണ്
ഈ പാരഗ്രാഫ് ബേസ് അല്ലെങ്കിൽ ഈ എസ്സേ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ആണ്. ബട്ട് വി ഹാവ് വൺ മോർ എക്സ്ട്രാ ഓപ്ഷൻ ഹിയർ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ദ ക്വസ്റ്റ്യൻ, ദ ടോപ്പിക് ഈസ് ആസ്ബസ്റ്റോസിസ്. ഓൾറൈറ്റ്, അതാണ് നമ്മളുടെ ടോപ്പിക്. സോ എന്താണ് ഇതിനകത്തുള്ള കോണ്ടന്റ് എന്നുള്ളത് തറോലി വായിച്ചു നോക്കണം. ജസ്റ്റ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ബിയിൽ പറയുന്നത് പോലെ തന്നെ പാർട്ട് ബി ആൻഡ് സി മെന്റ് ടു ബി തറോലി റീഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കണം. സോ ഇനീഷ്യലി ഈ പാരഗ്രാഫ് മൊത്തം, അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഇത്രയും പാരഗ്രാഫുകൾ ഉണ്ട് കണ്ടോ, ഈ പാരഗ്രാഫ്സ് എല്ലാം കൂടെ നിങ്ങൾ വായിക്കണ്ട. ചിലവർ അങ്ങനെ പറയും, പക്ഷേ വി ഹാവ് നോ മച്ച് ടൈം, വി ഹാവ് ലിമിറ്റഡ് ടൈം. അതുകൊണ്ട് തന്നെ ഐ എം നോട്ട് സജസ്റ്റിംഗ് യു ടു റീഡ് ദ ഹോൾ എസ്സേ ഓൾ ടുഗെദർ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നിട്ടുള്ള 7 തൊട്ട് 14 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ പർട്ടിക്കുലർ, ഇപ്പോൾ എസ്സേയിൽ ഇപ്പോൾ ഏകദേശം 1 പാരഗ്രാഫ് നമ്പർ 1, പിന്നെ പാരഗ്രാഫ് നമ്പർ 2, ഇതാണ് പാരഗ്രാഫ്, നെക്സ്റ്റ് പാരഗ്രാഫ്, ഇത് 2 നമ്പറാണ് പാരഗ്രാഫ്, ഇത് പാരഗ്രാഫ് 3, പാരഗ്രാഫ് 4, പാരഗ്രാഫ് 5. ഓക്കെ, 5 പാരഗ്രാഫ് ഉള്ള ഒരു എസ്സേ ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പാരഗ്രാഫിൻ്റെ നമ്പർ കൂടാം, മേ ബി 6 ആകാം, ചിലപ്പോൾ 7 ആകാം, ചിലപ്പോൾ കുറയാം. സോ അത് ഡിപ്പെൻസ് ദ എക്സ്ട്രാക്ട് ദാറ്റ് യു ഹാവ് ബീൻ പ്രൊവൈഡഡ് വിത്ത്. അത് എത്ര പാരഗ്രാഫ് വേണമെങ്കിലും ആകാം. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ എപ്പോഴും 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പാരഗ്രാഫിൽ ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഓൾ ടുഗെദർ എസ്സേ വായിക്കേണ്ട ആവശ്യമില്ല. ഓരോ ക്വസ്റ്റ്യനും ഈ കാണുന്ന 5 പാരഗ്രാഫ് ഉണ്ടല്ലോ ഇവിടെ, അപ്പം എസ്സേ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാരഗ്രാഫിൽ നിന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ആ പാരഗ്രാഫ് ഏതാണെന്ന് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഏത് പാരഗ്രാഫിലാണ്, ഈ തന്നിട്ടുള്ള 5 or 6 പാരഗ്രാഫിൽ ഇൻ വിച്ച് പാരഗ്രാഫ് ദാറ്റ് യുവർ ക്വസ്റ്റ്യൻ ബിലോങ്സ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏത് പാരഗ്രാഫിലാണ് ബിലോങ് ചെയ്യുന്നതെന്നും നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ആ പർട്ടിക്കുലർ പാരഗ്രാഫിൽ പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആൻസറിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. ബട്ട് ദ ഫസ്റ്റ് തിങ്, ഓൾ എസ്സേ വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ ലൈക്ക് ഐ സെഡ് ഏർലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്വസ്റ്റ്യൻ, ഇത്രയും വലിയ എസ്സേ വായിച്ചിട്ട് നമ്മൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ it takes a lot of time. We don't have much time to spend. So daily reading is very important, daily practice is very important. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടൈം മാനേജ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനും കൂടെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ടൈം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ചെറിയ ചെറിയ ട്രിക്കുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതും പ്രാക്ടീസ് ചെയ്യണം. ആ ട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ അതിലും എക്സ്പെർട്ട് ആകുകയുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ ബിലോങ്സ് ടു വിച്ച് പാരഗ്രാഫ്. എന്നിട്ട് നിങ്ങൾ ആ പർട്ടിക്കുലർ പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഏത് പാരഗ്രാഫിലാണെന്ന് കണ്ടുപിടിക്കുക. അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ബിക്കോസ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഡറിലൊന്നും അവർ തരത്തില്ല. ഓക്കെ, മിങ്കിളായിട്ടോ ഷഫിൾഡ് ഒന്നും തരില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നായിരിക്കും, സെക്കൻഡ് ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബ്ലി സെക്കൻഡ് പാരഗ്രാഫിൽ നിന്നായിരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്ന്, സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന്, മിഡിലിൽ നിന്ന്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന്, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. സോ യു ഡോണ്ട് ഹാവ് ടു വറി. നിങ്ങൾ ആ സെയിം ഓർഡറിൽ തന്നെ സെർച്ച് ചെയ്യുക. ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ കാണാം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഓൾവേസ് ക്വസ്റ്റ്യൻ ഈസ് ഗോയിങ് ടു ബി 8, ബട്ട് പാരഗ്രാഫിൻ്റെ നമ്പർ ചിലപ്പോൾ 6 ആകാം, 5 ആകാം, ചിലപ്പോൾ അതിലും കൂടാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ പാരഗ്രാഫിൻ്റെ നമ്പർ കുറവും ക്വസ്റ്റ്യൻസ് കൂടുതലാകുമ്പം സംടൈംസ് ദ സെയിം ക്വസ്റ്റ്യൻ വിൽ റിപ്പീറ്റ്. 2 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ഒരു പാരഗ്രാഫിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വരാം. അല്ലാതെ വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആ ഓർഡറിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നേരെ പോയിട്ട് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നാണ് ആൻസർ ചെയ്യാം, അങ്ങനെ ചെയ്യരുത്. ഒന്ന് ചെക്കും കൂടെ ചെയ്തേക്കുക. അങ്ങനെ ആയിരിക്കാം, ആ ഓർഡറിൽ തന്നെ ആയിരിക്കും. എന്നാലും ടു മേക്ക് ഷുവർ അതിൽ നിന്ന് തന്നെ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, so the writer suggests that potential for harm from asbestosis increased by, of course, ഇത് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആസ്ബെസ്റ്റോസിൻ്റെ പൊട്ടൻഷ്യൽ ഹാമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കീവേഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം. Asbestos is a naturally occurring mineral that has been linked to human lung disease. It has been used in a huge number of products due to its high tensile strength, relative resistance to acid and temperature, and its varying structure
textures and degrees of flexibility. It does not evaporate, dissolve, burn or undergo significant reactions with other chemicals. Because of the widespread use of the asbestos, its fibers are ubiquitous in the environment. Building isolation materials manufactured since 1975 should no longer contain asbestos. However, products made of stockpiled before this time remain in many homes. Indoor air may become contaminated with fibers released from building materials, especially if they are damaged or crumbling. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് സെയിം കാര്യം തന്നെയാണ്. They are talking about asbestosന്റെ ഹാമിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് മനസ്സിലായി ബിക്കോസ് ഇവിടെ പറയുന്നുണ്ടല്ലോ ഈ 1975 ശേഷം ആസ്ബസ്റ്റോസിലുള്ള ആസ്ബസ്റ്റോസ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൈ? ബിക്കോസ് ഇറ്റ്സ് ഹാംഫുൾ, ദാറ്റ്സ് വൈ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ഫസ്റ്റ് ടെക്സ്റ്റ് ഓൺലി ആൻഡ് വി ക്യാൻ ഗോ ത്രൂ ദി. ഇപ്പം ഞാൻ ഓൾറെഡി ഐ ഹവ് ഗോൺ ത്രൂ ദ പാരഗ്രാഫ്. അപ്പോൾ ആ പാരഗ്രാഫ് വായിക്കുക, കറക്റ്റായിട്ടൊരു ഐഡിയ എടുക്കുക വാട്ട് ഈസ് ഇൻസൈഡ് ഇറ്റ് എന്നുള്ളത്. സോ വി ക്യാൻ മേ ബി അപ്ലൈ എൻ എലിമിനേഷൻ മെത്തേഡ് വിച്ച് ക്യാൻ ഓൾസോ വർക്ക് ഹിയർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രൊവൈഡ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസറിലേക്ക് എത്തുന്ന ഫോർമാറ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കൂടുതൽ ട്രിക്കിയാണ് കേട്ടോ. പാർട്ട് സിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് മോർ ട്രിക്കിയർ. സോ എ ചേഞ്ച് ഇൻ ദ മെത്തേഡ് ഓഫ് മാനുഫാക്ചർ, അതൊരു ഓപ്ഷനാണ്. മാനുഫാക്ചർ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ റൈറ്റേഴ്സ് സജസ്റ്റ് that the potential for harm from asbestos is increased by. Asbestos എന്തുകൊണ്ട് ഹാംഫുൾ ആണെന്നല്ല ക്വസ്റ്റ്യൻ. ഓൾറെഡി ഇറ്റ്സ് ഹാംഫുൾ, വൈ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്? ഹാംഫുൾ ആയ ഒരു സംഭവം എന്തുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ഹാം ഇൻക്രീസ് ആയി എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസ് ആയതിൻ്റെ റീസൺ ആണ് ചോദിക്കുന്നത്. സോ മെത്തേഡ് ഇൻ ദ മാനുഫാക്ചറിൻ്റെ മെത്തേഡിൽ വന്ന ചേഞ്ച് കാരണം ഇറ്റ് ബിക്കെയിം harmful. The way it reacts with other substance, ഇത് other substanceനോട് റിയാക്ട് ചെയ്യുന്ന രീതി കാരണം ഇത് ഹാംഫുൾ ആയി. The fact that it is used so extensively എല്ലായിടത്തും യൂസ് ചെയ്തത് കൊണ്ട് ഹാംഫുൾ ആയി, അത് ഇൻക്രീസ് ആയി. റീസൺ ഹാംഫുൾ ആയതിൻ്റെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഹാം ഇൻക്രീസ് ആയതിനൊരു റീസണായി. ഇറ്റ്സ് പ്രസൻസ് ഇൻ റീസെൻ്റ്ലി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ റീസെൻ്റ്ലി കൺസ്ട്രക്ട് ചെയ്യുന്ന ഒത്തിരി ബിൽഡിങ്ങുകളിലൊക്കെ ഇത് യൂസ് ചെയ്തത് കൊണ്ട് ഇതൊരു റീസണായി. ഇവിടെ പാർട്ട് സിയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിമിലർ ആയിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻസ് തോന്നും. നമ്മൾ മേ ബി എലിമിനേറ്റ് ചെയ്യാൻ വി ക്യാൻ എലിമിനേറ്റ്, ബട്ട് സംടൈംസ് തിങ്സ് മൈറ്റ് സെയിം സിമിലർ. സം ഓപ്ഷൻസ് ചിലപ്പോൾ സിമിലർ ആയിട്ടൊക്കെ തോന്നും. അങ്ങനെ സിമിലർ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, മോസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചേർന്ന് നിൽക്കുന്നത് ആൻസറായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആസ്ബസ്റ്റോസിൻ്റെ പൊട്ടൻഷ്യൽ ഹാം ഇൻക്രീസ് ആയതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെ നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാം? ഐ വുഡ് എലിമിനേറ്റ് ദ വേ ഇറ്റ് റിയാക്ട്സ് വിത്ത് അതർ സബ്സ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അതർ സബ്സ്റ്റൻസായിട്ട് റിയാക്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്, വിച്ച് വി ക്യാൻ ഗോ ത്രൂ. ഇറ്റ് ഡസ് നോട്ട് ഇവാപ്പറേറ്റ്, ഡിസോൾവ്, ബേൺ ഓർ അണ്ടർഗോ സിഗ്നിഫിക്കൻറ്റ് റിയാക്ഷൻസ് വിത്ത് അതർ കെമിക്കൽസ് ബിക്കോസ് ഓഫ് ദ ഓക്കെ അത് പറയുന്നു. ഇറ്റ് ഡസ് നോട്ട് ഇവാപ്പറേറ്റ്, ഡിസോൾവ്, ബേൺ. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ചിന്തിക്കും ഇത് ആൻസർ ആകാം, ഇത് റിയാക്ട് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് പ്രോബ്ലം ആകാം. ഈ മിസ്റ്റേക്ക് ഒത്തിരി പേര് വരുത്താറുണ്ട്. പക്ഷെ റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഹാംഫുൾ ആകുന്നത്. ദാറ്റ് ഈസ് ഹൗ ആസ്ബസ്റ്റോസ് റിയാക്ട്സ്. ദാറ്റ്സ് ഹൗ ആസ്ബസ്റ്റോസിസ് റിയാക്ട്സ്. ഓക്കെ, ഇത് റിയാക്ട് ചെയ്യുന്നില്ല, ഇത് ഇവാപ്പറേറ്റ് ചെയ്യുന്നില്ല, ഡിസോൾവ് ആകുന്നില്ല, ബേൺ ആകുന്നില്ല, ഒരു സിഗ്നിഫിക്കൻറ്റ് റിയാക്ഷൻസിലും അണ്ടർഗോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഡേഞ്ചർ ആകുന്നത്, ഹാംഫുൾ ആകുന്നത്. അപ്പോൾ ബട്ട് സ്റ്റിൽ വൈ വി ആർ എലിമിനേറ്റിംഗ് ഇറ്റ്. അപ്പോൾ അത് ഹാംഫുൾ ആവാനുള്ളൊരു റീസൺ ആയിക്കൂടെ? പിന്നെ നമ്മൾ എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ അതല്ല, ദാറ്റ്സ് വൈ വി ആർ എലിമിനേറ്റിംഗ് ഇറ്റ്. അതർ സബ്സ്റ്റൻസിനോട് ഇത് റിയാക്ട് ചെയ്യുന്ന രീതി ഇതിനെ ഹാംഫുൾ ആക്കുന്നുണ്ട്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന ആസ്ബസ്റ്റോസ് എന്തുകൊണ്ട് ഹാംഫുൾ ആയെന്നല്ല. Already it's harmful. Why increased? The potential harm is increased. Why? So question order suitable allathathu kondu I am eliminating this option. Ee option correct aanu. Asbestosis harmful agunnathu idu vera onninodu react cheyyathathu kondana. But the question is not that. So the option is not related to my question, so I am eliminating it. In which one? Recently constructed building. This I eliminate because I have gone through 1975. After that, you can see 1975. Manufactured since 1975 should no longer contain asbestos.
സോ ആസ്ബസ്റ്റോസ് 1975 ശേഷം ക്രിയേറ്റ് ചെയ്തപ്പെട്ട ബിൽഡിങ്സിലോ എൻവയറോൺമെൻറ്റിലോ ഒക്കെ മാക്സിമം അതിൻ്റെ പ്രസൻസ് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ 1975 ഷുഡ് നോ ലോnger കണ്ടെയ്ൻ ആസ്ബസ്റ്റോസ് എന്നുള്ളത് കൊണ്ടാണ് ഐ എം എലിമിനേറ്റിംഗ് ദിസ് ഓപ്ഷൻ. പിന്നെ ഐ എം ഓൾസോ എലിമിനേറ്റിംഗ് ദിസ് ഓപ്ഷൻ. വൈ? ബിക്കോസ് മെത്തേഡ് ഓഫ് മാനുഫാക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായതായിട്ട് അവിടെ പറയുന്നുണ്ടോ? ഇറ്റ്സ് എ നോട്ട് ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി. ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി ഡിഫറൻസ് ഇൻ ദ മെത്തേഡ് ഓഫ് മാനുഫാക്ചർ. You can go through again. Because of the widespread use, 1975 ശേഷം അത് no longer contains എന്ന് പറയുന്നുണ്ട്. Products made of stockpile before this time remain in many homes. Indoor air may become contaminated with fibers released from buildings, materials, especially if they are damaged to crumbling എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇവിടെ ഒരിക്കലും മെത്തേഡ് ഓഫ് മാനുഫാക്ചറിൻ്റെ ചേഞ്ചിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് I am eliminating this option too. So my answer is the fact that it is used extensively. Extensively യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഹാംഫുൾ ആകുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഇത് ഹാംഫുൾ ആണെന്ന് അറിയുന്നുണ്ട്, സ്റ്റിൽ പീപ്പിൾ ആർ യൂസിങ് ഇസ് വെരി എക്സ്റ്റെൻസീവ്ലി. സോ അതുകൊണ്ടാണ് asbestosന്റെ harm, already it's harmful and the potential harm is increased because they are extensively using it. So that is the answer. All right, so we find out the answer of 7th question. Now there is 8th question. Okay, so 8th question ningal kando, they are asking the word, meaning of a word. So this is very crucial, this kind of question, because part C like varumbom ingane oru question endayalum you will be able to find out. Part C-യിൽ മേ ബി 2 എക്സ്ട്രാക്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തായാലും കമ്പൾസറി ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാകും, അതർവൈസ് 2 എണ്ണവും ആകാം. ഒരു വേർഡിൻ്റെ മീനിങ് ചോദിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ പാരഗ്രാഫിൽ അത് അവരവിടെ ബോൾഡ് ചെയ്തും തന്നിട്ടുണ്ടാകും ഏത് ക്വസ്റ്റ്യനാണ്, അതെവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഇവിടെ its fibers are ubiquitous in the environment എന്നാണ് ആ വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഇൻ ബിറ്റ്വീനിലാണ്. asbestos its fibers because of the widespread use of asbestos its fibers are ubiquitous in the environment എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈബേഴ്സ് എൻവിറോൺമെൻറ്റിൽ ubiquitous ആണ് എന്നാണ് പറയുന്നത്. ഓൾ റൈറ്റ്, സോ നിങ്ങളോടൊരു വാക്കിൻ്റെ മീനിങ് കണ്ടുപിടിക്കാനാണ് OET പറയുന്നത്. So how will we be able to find out the meaning of a word? എല്ലാവർക്കും ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ് വിച്ച് ഹാസ് എ ലോട്ട് ഓഫ് വൊക്കാബുലറി. ഇംഗ്ലീഷ് എന്നല്ല, നമ്മൾ പറയുന്ന മലയാളം പോലും നമ്മൾക്ക് മലയാളത്തിലുള്ള എല്ലാ വൊക്കാബുലറിയും നമ്മൾക്ക് ആർ വി ഫെമിലിയർ വിത്ത് ഓൾ ദ വൊക്കാബുലറി ഇൻ അവർ ലാംഗ്വേജ്? നോ, ആക്ച്വലി മലയാളത്തിലുള്ള എല്ലാ വാക്കുകളും നമ്മൾക്കറിയാവോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് എത്ര എക്സ്പേർട്ടീസ് ഉള്ള ആളാണെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത ഒത്തിരി വാക്കുകളുണ്ടാകാം. ദർ ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഓൾമോസ്റ്റ് വാക്കുകളുടെയൊക്കെ മീനിങ് അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു വേർഡിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക? നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം, കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മീനിങ്ങിൻ്റെ, ഈ വേർഡിൻ്റെ മീനിങ് അറിയാതെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ കറക്റ്റ് ആൻസറിലേക്ക് എത്താം? Okay, so in order to know this method, okay, like I said, you can subscribe our button and also you can choose our courses to more. എങ്ങനെയാണ് ഈ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങളുടെ എൻട്രി ക്ലാസ്സസിൽ വി വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, ദർ ഇസ് ലൈവ് സെഷൻസ്, ദർ ഇസ് one-on-one ട്രെയിനിങ് സെഷൻ ആൻഡ് എവറിഥിങ്. സോ ഇപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഡിസ്കസിങ് മോർ സ്ട്രാറ്റജീസ്. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും ഫോളോ അപ്പ് സ്ട്രാറ്റജി വിൽ ബി ഡിസ്കസിങ് ഇൻ അവർ ഇൻ-ആപ്പ് ക്ലാസ്സസ്. അപ്പോൾ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് ഒരു വേർഡിൻ്റെ മീനിങ് നമ്മൾ അറിയാതെ തന്നെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, സോ I'll be explaining this method in the app. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിലും കോഴ്സ് റിലേറ്റഡ് ക്വയറീസ് ആണെങ്കിലും click the link in our description. All right, so I hope this session also was helpful for you all the OET aspirants and all the medical professionals out there who is planning to attend OET examination. So thank you so much. Thank you all for listening.